ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സോണിയാഗാന്ധി തെലങ്കാനയിൽ നിന്ന് മത്സരിക്കണമെന്ന് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ആവശ്യമറിയിച്ച് രേവന്ത് റെഡ്ഡി സോണിയാഗാന്ധിയെ കണ്ടു. ഇന്നലെ വൈകിട്ട് ദില്ലിയിലായിരുന്നു കൂടിക്കാഴ്ച. നോബൽ ബാരിക്കാരൻ ചേരുന്നു. നോബൽ, സോണിയാഗാന്ധിയെ നേരത്തെയും തെലങ്കാനയിൽ നിന്ന് മത്സരിക്കാൻ വേണ്ടി തെലങ്കാനയിലെ കോൺഗ്രസ് ക്ഷണിച്ചിരുന്നതാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ക്ഷണിക്കുന്നു തെലങ്കാനയിൽ നിന്ന് വന്ന് മത്സരിക്കാൻ. റായ്ബറേലി വിട്ട് സോണിയാഗാന്ധി മത്സരിക്കാനായി തെലങ്കാനയിൽ എത്താനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? അരുൺ, തെലങ്കാന PCC ഘടകം സോണിയാഗാന്ധി തെലങ്കാനയിൽ മത്സരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഇന്നലെ ദില്ലിയിൽ എത്തി സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുകയും തെലങ്കാനയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. എന്താണെങ്കിലും ഈ ഘട്ടത്തിൽ സോണിയാഗാന്ധി ഒരു അനുകൂല നിലപാട് പറഞ്ഞിട്ടില്ല എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ഇക്കാര്യം പിന്നീട് ആലോചിച്ച് തീരുമാനിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രേവന്ത് റെഡ്ഡിയെ മടക്കി അയച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. രേവന്ത് റെഡ്ഡി, അതോടൊപ്പം ഉപമുഖ്യമന്ത്രി മല്ലു വിക്രമാർക്ക ഉൾപ്പെടെ ഉള്ളവർ ഉണ്ടായിരുന്നു ഈ കൂടിക്കാഴ്ചയ്ക്ക് എന്നാണ് അറിയാൻ കഴിയുന്നത്. സോണിയാഗാന്ധിയെ മദർ ഓഫ് തെലങ്കാന എന്നാണ് അറിയപ്പെടുന്നത്. അത്തരത്തിലാണ് കാഴ്ചപ്പാടിലാണ് ആളുകൾ കാണുന്നത് എന്നാണ് PCC ഉൾപ്പെടെ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സോണിയാഗാന്ധി അവിടെ തന്നെ തെലങ്കാനയിൽ മത്സരിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. സോണിയാഗാന്ധി തെലങ്കാനയിൽ മത്സരിക്കുകയാണെങ്കിൽ അത് പാർട്ടിക്ക് അവിടെ ഏറെ ഗുണം ചെയ്യും എന്നും നേതാക്കൾ വിശ്വസിക്കുന്നു. റായ്ബറേലിയിൽ നിന്ന് മാറി പ്രിയങ്കാന്തി അവിടെ മത്സരിപ്പിച്ചുകൊണ്ട് സോണിയാഗാന്ധി തെലങ്കാനയിലേക്ക് വരണം എന്ന ആവശ്യമാണ് നേതാക്കൾ മുന്നോട്ട് വെച്ചത് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതാണെങ്കിലും ഇതിന് സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ നിലവിൽ കോൺഗ്രസിലുള്ള ഏക സീറ്റാണ് റായ്ബറേലി. അവിടെ സോണിയാഗാന്ധി കഴിഞ്ഞ തവണ വിജയിച്ചിരുന്നു. അവിടെ ഇത്തവണ വലിയ രീതിയിലുള്ള മത്സരത്തിന് സാധ്യത ഉള്ളൊരു മണ്ഡലം കൂടിയാണ്. ഒരു സേഫ് സോൺ എന്ന നിലയിൽ സോണിയാഗാന്ധി കൂടി തെക്കോട്ട് വരികയാണെങ്കിൽ അത് തീർച്ചയായും കോൺഗ്രസിന്, പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJPയുടെ പോരാട്ടം ശേഷിയില്ല എന്ന തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടും എന്ന വിമർശനങ്ങൾ ആ വിമർശനമാണ് പ്രധാനമായിട്ടും ഉണ്ടാകാൻ സാധ്യതയുള്ളത്. പക്ഷേ രേവന്ത് റെഡ്ഡി ഇന്നലെ സോണിയാഗാന്ധിയെ സന്ദർശിച്ചപ്പോൾ തെലങ്കാനയിൽ വന്ന് മത്സരിക്കണം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുകയും സോണിയാഗാന്ധി തെലങ്കാനയിൽ മത്സരിക്കുകയും ചെയ്യുമ്പോൾ കോൺഗ്രസിന് ഉത്തരേന്ത്യയിൽ ആരുമില്ലേ, കോൺഫിഡൻസ് ഇല്ലേ എന്ന ചോദ്യം സ്വാഭാവികമായും BJP കമ്പുകളിൽ ഉയരും. അതിനെ നേരിടുക ദുഷ്കരമായി തീരുകയും ചെയ്യും. തെലങ്കാനയിലെ ക്ഷണത്തെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തത്.